അടുപ്പ് കത്തിച്ച് നോൺ സ്റ്റിക്ക് പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു 10-12 ഗാർലിക് അരിഞ്ഞത് കൂടി ചേർത്ത് വഴറ്റുക. പിന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞതാണ്. അത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ചേർക്കാം. ചിക്കൻ കഴിക്കാത്തവർ ചേർക്കണ്ട കേട്ടോ. പിന്നെ ഒരു 10-12 ബട്ടൺ മഷ്റൂം എടുത്തിട്ടുണ്ട്. അത് 3-4 ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഞാനത് കൂടി ചേർത്ത് വഴറ്റാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ സ്വീറ്റ് കോൺ കൂടി ചേർക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് വേണമെങ്കിൽ ക്യാരറ്റ് അരിഞ്ഞത് പനീറൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. എരിവ് പോരെങ്കിൽ പിന്നെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് 5 മിനിറ്റ് തിളക്കട്ടെ കേട്ടോ. നന്നായിട്ട് 5 മിനിറ്റ് തിളയ്ക്കുമ്പോൾ നമുക്ക് കോൺഫ്ലോർ 2 ടീസ്പൂൺ എടുത്തിട്ട് അതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അലിയിച്ചതിന് ശേഷം മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 2 കപ്പ് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. ഇതൊന്ന് ഡൈലൂട്ട് ചെയ്യാനായിട്ട്. ഇത് ഒഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. പിന്നെ ഇത് ഇളക്കി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു സൂപ്പിൻ്റെ ഒരു തിക്നെസ് ആകുമ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കുക. ഈ അവസരത്തിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കുക, കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കുക. പിന്നെ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇവിടെ തൈമിൻ്റെ ലീഫാണ് ചേർക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബേസിൽ ലീവ്സ്, റോസ്മേരി, പിന്നെ പുതിന, മല്ലി എന്താണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. ഈ മഴക്കാലത്ത് നല്ല ചൂടോടുകൂടി സേവ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ.